ഹായ് ഫ്രണ്ട്സ്, ടി ടി വാക്സിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. ഒരു മുറിവുണ്ടെങ്കിൽ നമ്മൾ പോയി ടി ടി വാക്സിൻ എടുക്കാറുണ്ട്. എങ്കിൽ നമ്മൾ ഓൾറെഡി വാക്സിനേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ ടി ടി വാക്സിൻ്റെ ആവശ്യമുണ്ടോ? ചെറുപ്പം മുതലേ 10 to 15 ഇയേഴ്സ് വരെയുള്ള എല്ലാ ടി ടി ഡോസസും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എവറി 10 ഇയേഴ്സ് നമുക്കൊരു ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യം മാത്രമാണ് ഉള്ളത്. നമുക്കുള്ളത് ഒരു ക്ലീൻ വൂണ്ടാണെങ്കിൽ, നമ്മൾ ടി ടി എടുത്തിട്ട് മോർ ദാൻ 10 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് അവർ ടി ടി വാക്സിൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കുള്ളത് ഒരു അൺക്ലീൻ ആയിട്ടുള്ള ഒരു വൂണ്ടാണ്. നമ്മൾ ടി ടി എടുത്തിട്ട് മോർ ദാൻ 5 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് അവിടെ ടി ടി ആവശ്യമായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ എവറി 6 months ടി ടി എടുക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഒരു വൂണ്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ, ഞാൻ ടി ടി എടുത്തിട്ട് മോർ ദാൻ 6 months ആയി, അതുകൊണ്ട് എനിക്കൊരു ടി ടി എടുക്കണം, അങ്ങനെ പറഞ്ഞിട്ടാണ് പേഷ്യൻസ് വരാറുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, ഇവരുടെയൊക്കെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ടി വാക്സിൻ എടുക്കുന്നത് ഈ നമുക്കുണ്ടായിട്ടുള്ള മുറിവ് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടി ടി വാക്സിൻ എടുക്കുന്നതെന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ. എന്തായാലും അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഇനി നിങ്ങളുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയില്ല, വാക്സിനേഷൻ അല്ലെങ്കിൽ എടുത്തിട്ടില്ല, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ടി ടിയുടെ കംപ്ലീറ്റ് കോഴ്സും പൂർത്തിയാക്കാറുണ്ട്. അതായത് പേഷ്യൻ്റ് വരുന്നിടെ നമ്മളൊരു ടി ടി ഡോസ് കൊടുക്കും, പിന്നെ 1 month ഗ്യാപ്പിൽ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ 6 അല്ലെങ്കിൽ 12 month കഴിഞ്ഞ് 3rd ഡോസും കൂടെ കംപ്ലീറ്റ് ആക്കാറുണ്ട്. അതിനുശേഷം എവറി 10 ഇയേഴ്സ് നമ്മൾ ബൂസ്റ്ററും കൊടുക്കും.